ഓം ശാന്തി 23/11/2025 അവ്യക്ത ബാബ്ദാദ മധുബൻ റിവൈസ് കോഴ്സ് 31/12/2007. മുരളിയുടെ ടൈറ്റിലാണ് നവവർഷത്തിൽ അഖണ്ഡ മഹാദാനിയും അഖണ്ഡ നിർവിഘ്നരും അഖണ്ഡ യോഗിയും സദാ സഫലതാമൂർത്തിയും ആകണം. ഇന്ന് ബാബ്ദാദ തനിക്ക് മുന്നിൽ ഡബിൾ സഭയാണ് കാണുന്നത്. ഒന്ന് സാകാരത്തിൽ സന്മുഖത്തിരിക്കുന്നവർ, രണ്ടാമത്തേത് ദൂരെയിരിക്കുന്നവരും ഹൃദയത്തിന്റെ സമീപത്ത് കാണപ്പെടുന്നു. രണ്ട് സഭയിലെയും ശ്രേഷ്ഠാത്മാക്കളുടെ മസ്തകത്തിൽ ആത്മദീപം പ്രകാശിക്കുന്നുണ്ട്. തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ദൃശ്യം എത്ര സുന്ദരമായതാണ്! ഇത്രയും പേർ എല്ലാം ഏകസങ്കല്പം ഏകരസസ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് പരമാത്മാവിന്റെ സ്നേഹത്തിൽ ലവലീനരായി ഏകാഗ്രമായ ബുദ്ധിയോടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നത് കാണാൻ എത്ര പ്രിയങ്കരമാണ്! നിങ്ങളെല്ലാവരും ഇന്ന് വിശേഷമായും പുതിയ വർഷം ആഘോഷിക്കുന്നതിനായി എത്തിച്ചേർന്നതാണ്. ബാബ്ദാദയും എല്ലാ കുട്ടികളുടെയും ഉന്മേഷവും ഉത്സാഹവും കണ്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മദീപം കണ്ട് ഹർഷിതമാകുന്നു. ഇന്നത്തെ ദിവസം സംഗമത്തിന്റെ ദിനമാണ്. പഴയ ഒരു വർഷത്തിന്റെ വിട പറയലാണ്. വരാൻ പോകുന്ന നവവർഷത്തിന് ആശംസകൾ നൽകാൻ പോകുന്നു. പുതിയ വർഷത്തിന്റെ അർത്ഥമാണ് പുതിയ ഉന്മേഷവും ഉത്സാഹവും. സ്വപരിവർത്തനത്തിന്റെ ഉത്സാഹവുമുണ്ട്. സർവപ്രാപ്തികളും സ്വയത്തിന് പ്രാപ്തമാകുന്നത് കണ്ട് ഹൃദയത്തിൽ ഉത്സാഹമുണ്ട്. ലോകത്തിലുള്ളവർ ഈ ഉത്സവം ആഘോഷിക്കുന്നുണ്ട്. അവർക്ക് ഉത്സവം ഒരു ദിവസത്തിന്റേതാണ്. നിങ്ങൾ ഭാഗ്യശാലികളും സ്നേഹികളുമായ കുട്ടികൾക്ക് സംഗമയുഗത്തിന്റെ ഓരോ ദിവസവും ഉത്സവമാണ്. എന്തെന്നാൽ സന്തോഷത്തിന്റെ ഉത്സാഹമുണ്ട്. ലോകത്തിലുള്ളവർ അണഞ്ഞിരിക്കുന്ന ദീപം പ്രകാശിപ്പിച്ച് വർഷം ആഘോഷിക്കുന്നു. ബാബ്ദാദയും നിങ്ങളും നാനാഭാഗത്തുമുള്ള ഇത്രയും പ്രകാശിക്കുന്ന ദീപങ്ങളോടൊപ്പം നവവർഷത്തിന്റെ ഉത്സവം ആഘോഷിക്കുകയാണ്. ഇതെല്ലാം ആചാരങ്ങൾ ആഘോഷിക്കുന്നതിനായി നിമിത്തമായി ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരും പ്രകാശിക്കുന്ന ദീപങ്ങളാണ്. തന്റെ പ്രകാശിക്കുന്ന ദീപം കാണപ്പെടുന്നുണ്ടോ? ഇത് അവിനാശിയായ ദീപമാണ്. പുതിയ വർഷത്തിൽ ഓരോരുത്തരും ഹൃദയത്തിൽ സ്വയത്തിനു വേണ്ടിയും വിശ്വത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും ഏതെങ്കിലും പുതിയ പ്ലാൻ തയ്യാറാക്കിയോ? 12 മണിക്ക് ശേഷം പുതിയ വർഷം ആരംഭിക്കും. ഈ പുതിയ വർഷം വിശേഷമായി ഏത് രൂപത്തിൽ ആഘോഷിക്കും? പഴയ വർഷം വിട പറയുമ്പോൾ നിങ്ങളെല്ലാവരും പഴയ സങ്കല്പം, പഴയ സംസ്കാരം, അതിനെല്ലാം വിട നൽകാനുള്ള സങ്കല്പം എടുത്തോ? വർഷത്തിനോടൊപ്പം നിങ്ങളും പഴയതിന് വിട നൽകി പുതിയ ഉന്മേഷത്തിന്റെയും ഉത്സാഹത്തിന്റെയും സങ്കല്പങ്ങൾ പ്രാക്ടിക്കലിൽ കൊണ്ടുവരുമല്ലോ. അപ്പോൾ തന്റെ ഉള്ളിൽ എന്ത് നവീനത കൊണ്ടുവരുമെന്ന് ചിന്തിക്കൂ. പുതിയ ഉന്മേഷത്തിന്റെയും ഉത്സാഹത്തിന്റെയും ഏത് അലകൾ വ്യാപിപ്പിക്കും? ഏത് വിശേഷ സങ്കല്പത്തിന്റെ വൈബ്രേഷൻ വ്യാപിപ്പിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ബ്രാഹ്മണർ വിശ്വത്തിലെ ആത്മാക്കളുടെ പരിവർത്തനത്തിന് നിമിത്തമായ ആത്മാക്കളാണ്. വിശ്വത്തിന്റെ അടിസ്ഥാനമാണ്. പൂർവജരാണ്, പൂജ്യരാണ്. ഈ വർഷം തന്റെ ശ്രേഷ്ഠ വൃത്തിയിലൂടെ ഏത് വൈബ്രേഷനാണ് വ്യാപിപ്പിക്കുന്നത്? ഏതുപോലെ പ്രകൃതി ചിലപ്പോൾ ചൂടിന്റെ, ചിലപ്പോൾ തണുപ്പിന്റെ, ചിലപ്പോൾ വസന്തത്തിന്റെ വൈബ്രേഷൻ വ്യാപിപ്പിക്കുന്നു. നിങ്ങൾ പ്രകൃതിയുടെ അധികാരികൾ. പ്രകൃതി ജീത്ത് ഏത് വൈബ്രേഷനാണ് വ്യാപിപ്പിക്കുന്നത്? അതിലൂടെ ആത്മാക്കൾക്ക് കുറച്ചു സമയത്തേക്ക് സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഭവമുണ്ടാകും.
ഇതിനുവേണ്ടി ബാപ്ദാദ ഈ സൂചനയാണ് നൽകുന്നത്. ഏതെല്ലാം ഖജനാവുകൾ പ്രാപ്തമായോ ആ ഖജനാവുകളെ സഫലമാക്കൂ, സഫലതാ സ്വരൂപമാകൂ. പ്രത്യേകിച്ച് സമയത്തിന്റെ ഖജനാവ് ഒരിക്കലും വ്യർത്ഥമാകരുത്. ഒരു സെക്കൻഡും വ്യർത്ഥമാകാതെ കാര്യത്തിൽ ഉപയോഗിക്കൂ. സമയം സഫലമാക്കൂ. ഓരോ ശ്വാസവും സഫലമാക്കൂ. ഓരോ സങ്കല്പവും സഫലമാക്കൂ. ഓരോ ശക്തിയും സഫലമാക്കൂ. ഓരോ ഗുണവും സഫലമാക്കൂ. സഫലതാമൂർത്തിയാകുന്നതിന്റെ ഈ വിശേഷ വർഷം ആഘോഷിക്കൂ. സഫലത നിങ്ങളുടെ ജന്മസിദ്ധ അധികാരമാണ്. ആ അധികാരത്തെ കാര്യത്തിലുപയോഗിച്ച് സഫലതാമൂർത്തി ആകൂ. ഇപ്പോഴത്തെ സഫലത അനേക ജന്മങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ സമയത്തിന്റെ സഫലതയുടെ പ്രാപ്തിയായി പകുതി കൽപ്പം മുഴുവൻ സഫലതയുടെ ഫലം പ്രാപ്തമായി കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ സമയത്തിന്റെ സഫലതയുടെ ഭാഗ്യം മുഴുവൻ സമയവും പ്രാപ്തമായി കൊണ്ടിരിക്കും. ശ്വാസം സഫലമാക്കുന്നതിലൂടെ ഭാവിയിൽ നിങ്ങളുടെ ശ്വാസത്തിന്റെ സഫലതയുടെ ഫലമായി എല്ലാ ആത്മാക്കളും മുഴുവൻ സമയവും ആരോഗ്യവാന്മാരായിരിക്കുന്നത് കാണാം. രോഗത്തിന്റെ പേര് പോലും ഉണ്ടാകില്ല. ഡോക്ടർമാരുടെ വിഭാഗം ഉണ്ടാകില്ല. ഡോക്ടേഴ്സ് എന്തായി മാറും? രാജാവാകുമല്ലേ? വിശ്വത്തിന്റെ അധികാരിയായി മാറും. ഈ സമയത്ത് നിങ്ങൾ ശ്വാസം സഫലമാക്കുന്നു. സർവാത്മാക്കൾക്കും ആരോഗ്യവാന്മാരായിരിക്കുന്നതിന്റെ ഭാഗ്യം പ്രാപ്തമാകുന്നു. അതുപോലെയാണ് ജ്ഞാനത്തിന്റെ ഖജനാവ്. ഫലസ്വരൂപമായി സ്വർഗത്തിൽ നിങ്ങൾ സ്വന്തം രാജ്യത്തിൽ അത്രയും വിവേകശാലികളും ശക്തരുമാകുന്നു. അതിനാൽ അവിടെ ഏതെങ്കിലും മന്ത്രിയുടെ നിർദ്ദേശം തേടേണ്ട ആവശ്യമില്ല. സ്വയം തിരിച്ചറിവുള്ളവരും ശക്തിശാലികളുമാകും. ശക്തികളെ സഫലമാക്കുന്നു. അതിന്റെ പ്രാപ്തിയായി അവിടെ സർവശക്തികളും, വിശേഷമായി ധർമ്മത്തിന്റെ ശക്തി, രാജ്യാധികാരം, 2 വിശേഷ ശക്തികളും അധികാരവും അവിടെ പ്രാപ്തമാകും. ഗുണങ്ങളുടെ ഖജനാവ് സഫലമാകുകയാണെങ്കിൽ അതിന്റെ പ്രാപ്തിയാണ് ദേവതാ പദവി, അർത്ഥം ദിവ്യഗുണധാരി. ഒപ്പം ഈ അന്തിമ ജന്മത്തിൽ നിങ്ങളുടെ ജഡമൂർത്തിയെ പൂജിക്കുമ്പോൾ എന്ത് മഹിമയാണ് ചെയ്യുന്നത്? സർവഗുണസമ്പന്നർ. ഈ സമയത്തെ സഫലതയുടെ ഭാഗ്യം സ്വതവേ പ്രാപ്തമാകുന്നു. അതിനാൽ പരിശോധിക്കൂ. ഖജനാവുകൾ കിട്ടി, ഖജനാവുകളാൽ സമ്പന്നരായി. എന്നാൽ സ്വയത്തിനു വേണ്ടിയും വിശ്വത്തിനു വേണ്ടിയും എത്രത്തോളം സഫലമാക്കി? പഴയ വർഷത്തിന് വിട നൽകുമ്പോൾ പുതിയ വർഷത്തിൽ സമ്പാദിച്ച ഖജനാവ് സഫലമാക്കിയോ? എത്രത്തോളമാക്കി? ഇത് പരിശോധിക്കണം. വരാൻ പോകുന്ന വർഷത്തിൽ ഈ ഖജനാവുകൾ വ്യർത്ഥമാക്കുന്നതിനു പകരം സഫലമാക്കണം. 1 സെക്കൻഡ് പോലും, 1 ഖജനാവ് പോലും വ്യർത്ഥമാകരുത്. ആദ്യം തന്നെ പറഞ്ഞതാണ്, സംഗമത്തിലെ സമയം ഓരോ സെക്കൻഡും സെക്കൻഡല്ല, വർഷത്തിന് സമാനമാണ്. അങ്ങനെ കരുതരുത്. 1 സെക്കൻഡ് പോയി, 1 മിനിറ്റാണല്ലോ നഷ്ടമായത്. വ്യർത്ഥമാകുന്നതിനെയാണ് അലസത എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരുടെയും ലക്ഷ്യമാണ് ബ്രഹ്മബാബയ്ക്ക് സമാനം സമ്പന്നവും സമ്പൂർണവുമാകണം. ബ്രഹ്മബാബയും സർവ ഖജനാവുകളും ആദി മുതൽ അന്തിമ ദിനം വരെയും സഫലമാക്കി. ഇതിന്റെ പ്രത്യക്ഷ തെളിവ് നോക്കൂ. സമ്പൂർണ്ണ ഫരിഷ്തയായി മാറി. നമ്മുടെ പ്രിയപ്പെട്ട ദാദിയെയും കണ്ടു, സഫലമാക്കി. മറ്റുള്ളവർക്കും സദാ സഫലമാക്കുന്നതിനുള്ള ഉന്മേഷവും ഉത്സാഹവും വർദ്ധിപ്പിച്ചു. ഡ്രാമയനുസരിച്ച് വിശേഷമായി വിശ്വസേവനത്തിന്റെ അലൗകിക പാർട്ടിന് നിമിത്തമായി. ഈ വർഷത്തിൽ നാളെ മുതൽ ദിവസവും തന്റെ ചാർട്ട് വെക്കണം. സഫലമായത്, വ്യർത്ഥമായത്, എന്തായി,
എത്രമാത്രമായി. അമൃതവേളയിൽ തന്നെ ദൃഢസങ്കല്പം എടുക്കണം. സ്മൃതി സ്വരൂപമാകണം. സഫലത എന്റെ ജന്മസിദ്ധ അധികാരമാണ്. സഫലത എന്റെ കഴുത്തിലെ ഹാരമാണ്. സഫലതയുടെ സ്വരൂപം തന്നെ സമാനമാകുന്നതാണ്. ബ്രഹ്മബാബയോട് സ്നേഹമുണ്ടല്ലോ. ബ്രഹ്മബാബയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടായിരുന്നു? അറിയാമോ? ആരോടായിരുന്നു? മുരളിയോട്. അവസാനത്തെ ദിവസവും മുരളിയുടെ പഠനം മുടക്കിയില്ല. സമാനമാകുന്നതിൽ ഇത് പരിശോധിക്കണം. ബ്രഹ്മബാബയ്ക്ക് ആരോടാണോ സ്നേഹമുണ്ടായിരുന്നത്, ബ്രഹ്മബാബയോടുള്ള സ്നേഹത്തിന്റെ തെളിവാണ് ബാബയ്ക്ക് എന്തിനോടാണോ സ്നേഹമുണ്ടായിരുന്നത് അതിനോട് എനിക്ക് സ്വതവേ സഹജമായി സ്നേഹമുണ്ടാകണം. ബ്രഹ്മബാബയുടെ വേറെ വിശേഷതകൾ എന്തായിരുന്നു? സദാ അലർട്ട്, അലസത ഉണ്ടായിരുന്നില്ല. അവസാന ദിവസവും എത്ര ജാഗ്രതയോടെ തന്റെ സേവനത്തിന്റെ പാർട്ട് അഭിനയിച്ചു. ശരീരം ദുർബലമായിരുന്നിട്ടും എങ്ങനെ ജാഗ്രതയോടെ ഇരുന്നു? ആധാരമെടുത്തില്ല. എല്ലാവരെയും അലർട്ടാക്കിയിട്ട് പോയി. 3 കാര്യങ്ങളുടെ മന്ത്രം നൽകിയിട്ട് പോയി. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ആര് എത്രത്തോളം അലർട്ടായിരുന്നോ, ഫോളോ ചെയ്യുന്നോ, അലസത സമാപ്തമാകും. അലസതയുടെ വിശേഷ വാക്ക് ബാബ്ദാദ ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അറിയാമല്ലോ. ഈ 3 വാക്കുകളെ നിരാകാരി, നിർവികാരി, നിരഹങ്കാരി സദാ സ്വന്തം മനസ്സിൽ ആവർത്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായി സഹജമായി സ്വതവേ സമാനരായി മാറും. ഒരു കാര്യം മാത്രമാണ്, സഫലമാക്കൂ, സഫലതാമൂർത്തി ആകൂ. ബാബ്ദാദ കുട്ടികളുടെ വർഷത്തിന്റെ റിസൾട്ട് നോക്കി. എന്താണ് കണ്ടത്? മഹാദാനിയായി. എന്നാൽ അഖണ്ഡ മഹാദാനിയും. അഖണ്ഡം എന്നതിന് അടിവരയിടൂ. അഖണ്ഡ മഹാദാനി, അഖണ്ഡ യോഗി, അഖണ്ഡമായി നിർവിഘ്നമായിരിക്കുന്നവർ. ഇപ്പോൾ ഇതിന്റെ ആവശ്യമാണ് ഉള്ളത്. അഖണ്ഡമാക്കാൻ കഴിയുമോ? സാധിക്കുമോ? ആദ്യത്തെ വരിയിലിരിക്കുന്നവർ പറയൂ, അഖണ്ഡമാക്കാൻ കഴിയുമോ? സാധിക്കുമെങ്കിൽ കൈ ഉയർത്തൂ. ആർക്കൊക്കെ ചെയ്യാൻ സാധിക്കും? ചെയ്യാൻ കഴിയുമോ? മധുബനിലുള്ളവരും ഉയർത്തുന്നുണ്ട്. ബാബ്ദാദ മധുബനിലുള്ളവരെയാണ് ആദ്യം നോക്കുന്നത്. മധുബനോട് സ്നേഹമുണ്ടോ? ശാന്തിവനം അല്ലെങ്കിൽ പാണ്ഡവ ഭവൻ ഏതൊക്കെ ദാദിയുടെ കരങ്ങളാണോ ഉള്ളത് എല്ലാവരെയും ശ്രദ്ധയോടെ നോക്കുന്നു. അഖണ്ഡമായി മാറി മനസ്സാശക്തി വ്യാപിപ്പിക്കുന്ന സേവനത്തിൽ ബിസിയായി ഇരിക്കുകയാണ്. വാച ജ്ഞാനത്തിന്റെ സേവനത്തിലും കർമ്മത്തിലൂടെ ഗുണദാനവും ഗുണങ്ങളുടെ സഹയോഗവും കൊടുക്കുന്നതിന്റെ സേവനം ചെയ്യൂ. ഇപ്പോൾ അജ്ഞാനി ആത്മാക്കളായാലും ബ്രാഹ്മണരാണെങ്കിലും എല്ലാവർക്കും ഗുണങ്ങളുടെ ദാനവും ഗുണങ്ങളുടെ സഹയോഗവും കൊടുക്കേണ്ടത് ആവശ്യമാണ്. സഹജമായി സിമ്പിൾ രൂപത്തിൽ സാമ്പിൾ ആയിരുന്നാൽ സ്വാഭാവികമായി മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഗുണമൂർത്തിയുടെ സഹയോഗം സ്വതവേ പ്രാപ്തമാകും. ഇപ്പോൾ ബ്രാഹ്മണാത്മാക്കളും സാമ്പിൾ കാണാനാണ് ആഗ്രഹിക്കുന്നത്, കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. പരസ്പരം എന്താണ് പറയാറുള്ളത്? ആരായിട്ടുണ്ട്? പ്രത്യക്ഷ രൂപത്തിൽ ഗുണമൂർത്തികളെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. കർമ്മത്തിലൂടെ വിശേഷമായി ഗുണങ്ങളുടെ സഹയോഗവും ഗുണങ്ങളുടെ ദാനവും വേണം നൽകേണ്ടത്. ആരും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇത് വിശേഷമായും ശ്രദ്ധയിൽ വെക്കണം. ജ്ഞാനത്തിലൂടെ വാക്കിലൂടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മുന്നോട്ടും ചെയ്യണം, ഉപേക്ഷിക്കരുത്. പക്ഷേ ഇപ്പോൾ
എനിക്ക് മനസ്സിലും കർമ്മത്തിലും മനസ്സിൽ കൂടി വൈബ്രേഷൻ വ്യാപിപ്പിക്കൂ, സകാശ് വ്യാപിപ്പിക്കൂ. വൈബ്രേഷൻ അല്ലെങ്കിൽ സകാശ് ദൂരെയിരുന്നും കൊടുക്കാൻ സാധിക്കും. ശുഭഭാവനയും ശുഭകാമനയിലും കൂടി മനസ്സാ സേവനത്തിലൂടെ ഏതാത്മാവിനും വൈബ്രേഷനും സകാശും കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ വർഷം മനസ്സാ ശക്തികളുടെ വൈബ്രേഷൻ, ശക്തികളുടെ സകാശും, കർമ്മത്തിലൂടെ ഗുണങ്ങളുടെ സഹയോഗവും, അജ്ഞാനികളായ ആത്മാക്കൾക്കും ഗുണങ്ങളുടെ സഹയോഗം നൽകൂ. പുതിയ വർഷത്തിൽ സമ്മാനങ്ങളും കൊടുക്കാറുണ്ട്. ഈ വർഷം സ്വയം ഗുണമൂർത്തിയായി ഗുണങ്ങളുടെ സമ്മാനം നൽകണം. ഗുണങ്ങളുടെ ടോളി കഴിപ്പിക്കുന്നില്ലേ? ടോളി കഴിപ്പിക്കുന്നതിൽ സന്തോഷിക്കുന്നില്ലേ? പരസ്പരം കാണുമ്പോൾ ടോളി കഴിപ്പിക്കുന്നില്ലേ? എല്ലാ ആത്മാക്കളും ഉപേക്ഷിച്ചു പോയവരും ടോളി ഓർമ്മിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ മറന്നുപോയാലും ടോളി ഓർമ്മ വരുന്നുണ്ട്. ഈ വർഷം ഏത് ടോളിയാണ് കഴിപ്പിക്കുക? ഗുണങ്ങളുടെ ടോളി കഴിപ്പിക്കണം. ഗുണങ്ങളുടെ പിക്നിക് നടത്തണം. കാരണം ബാബയ്ക്ക് സമാനം സമീപതയ്ക്കനുസരിച്ച്, ദാദിയുടെ സൂചന അനുസരിച്ച് സമയത്തിന്റെ സമ്പന്നത പെട്ടെന്ന് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതിനാൽ ബാബയ്ക്ക് സമാനമാകണമെങ്കിൽ ദാദിക്ക് സ്നേഹത്തിന്റെ റിട്ടേൺ കൊടുക്കണം. അതിനായി വേണ്ടത് മനസ്സിലും കർമ്മത്തിലും കൂടി സഹയോഗിയാകണം. ആര് എങ്ങനെയുള്ളവരായാലും ഇത് ചിന്തിക്കരുത്, ഇവർ ആകുമ്പോൾ ഞാനും ആകാം. നമ്പർ 1 ആകണമെങ്കിൽ ഒരിക്കലും ഇത് ചിന്തിക്കരുത്, ഇവരാകുകയാണെങ്കിൽ ഞാനും ആകാം. ഒന്നാമത്തെ നമ്പറിൽ വരുന്നവർ ആയിത്തീരും. പിന്നെ നിങ്ങളുടേത് 2ാം സ്ഥാനമാകും. നിങ്ങൾ 2ാം സ്ഥാനമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആരോടെങ്കിലും നിങ്ങൾ 2ാം സ്ഥാനം നേടൂ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? എല്ലാവരും ഇതാണ് പറയുന്നത്, 1ാം സ്ഥാനം എത്തണം. ആദ്യം നിമിത്തമാകണം. മറ്റുള്ളവരെ എന്തിന് നിമിത്തമാക്കണം? സ്വയത്തെ നിമിത്തമാക്കൂ. ബ്രഹ്മബാബ എന്താണ് പറയുന്നത്? ഓരോ കാര്യത്തിലും സ്വയം നിമിത്തമാക്കി. ഹേ അർജുനന്റെ പാർട്ട് അഭിനയിച്ചു. എനിക്ക് നിമിത്തമാകണം, എനിക്ക് ചെയ്യണം. മറ്റുള്ളവർ ചെയ്തുകൊള്ളും. എന്നെ കണ്ടിട്ട് മറ്റുള്ളവർ ചെയ്യും. മറ്റുള്ളവരെ കണ്ടിട്ട് ഞാൻ ചെയ്യും എന്നല്ല, എന്നെ കണ്ടിട്ട് മറ്റുള്ളവർ ചെയ്യും. ഇത് ബ്രഹ്മബാബയുടെ ആദ്യ പാഠമാണ്. എന്ത് ചെയ്യണമെന്ന് കേട്ടോ? സഫലതാമൂർത്തി. സഫലതാമൂർത്തിയും അഖണ്ഡദാനിയും മായയ്ക്ക് വരാൻ ധൈര്യമുണ്ടാകില്ല. അഖണ്ഡ മഹാദാനിയാകുമ്പോൾ നിരന്തര സേവാധാരി ആയിരിക്കും, ബിസി ആയിരിക്കും. മനസ്സും ബുദ്ധിയും സേവാധാരിയായിരിക്കുമ്പോൾ മായ എവിടെ നിന്ന് വരും? ഇപ്പോൾ ഈ വർഷം എന്താകണം? എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് ഒരു ശബ്ദമുയരണം. ഇതാണ് ബാബ് ദാദ ആഗ്രഹിക്കുന്നത്. അത് എന്താണ്? പ്രോബ്ലം ഒന്നുമില്ല, കംപ്ലീറ്റ്. പ്രോബ്ലം ഒന്നുമില്ല, കംപ്ലീറ്റ് ആകണം. ദൃഢനിശ്ചയ ബുദ്ധിയോടെ വിജയമാലയിലെ മണിയാകണം. ശരിയല്ലേ? ആകണമല്ലോ. മധുബനിലുള്ളവർ ആക്കണ്ടേ? പരാതികളൊന്നുമില്ല, പരാതി ഒന്നുമില്ല. ധൈര്യം വെക്കുന്നവർ കൈ ഉയർത്തൂ. പ്രോബ്ലം ഒന്നുമില്ല, നോ പ്രോബ്ലം. ആഹാ, ആശംസകൾ, ആശംസകൾ, ആശംസകൾ. നോക്കൂ, നിശ്ചയത്തിന്റെ പ്രത്യക്ഷ തെളിവാണ് ആത്മീയ ലഹരി. ആത്മീയ ലഹരി ഇല്ലെങ്കിൽ നിശ്ചയമില്ല. മുഴുവൻ നിശ്ചയമില്ല, വളരെ കുറച്ച് ഉണ്ട്. ലഹരി വെക്കുന്നത് എന്ത് വലിയ കാര്യമാണ്. എത്ര കൽപ്പങ്ങളായി നിങ്ങളാണ് ബാബയ്ക്ക് സമാനമാകുന്നത്? ഓർമ്മയുണ്ടോ? അനവധി തവണ ആയിട്ടുള്ളത്.
ഈ ലഹരി വെക്കണം, ഞങ്ങളാണായിട്ടുള്ളത്, ഞങ്ങൾ തന്നെയാണ്, നമ്മൾ തന്നെയാണ്, ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ ലഹരി സദാ കർമ്മത്തിൽ കാണപ്പെടണം. സങ്കല്പത്തിലോ വാക്കിലോ അല്ല, കർമ്മത്തിൽ. കർമ്മത്തിന്റെ അർത്ഥമാണ് ചലനത്തിലും മുഖത്തിലും കാണപ്പെടണം. ഗൃഹപാഠം കിട്ടിയില്ലേ? കിട്ടിയില്ലേ? ഇനി കാണാം, നമ്പർ 6 വരുന്നത്, അതോ നമ്പർ 1 ആകുമോ? ശരി, ബാബ്ദാദയുടെ അടുത്ത് കാർഡ്, കത്തുകൾ, ഇമെയിൽ, സ്നേഹസ്മരണകൾ കമ്പ്യൂട്ടറിലൂടെയും ധാരാളം എത്തിയിട്ടുണ്ട്. ബാബ്ദാദ ദൂരെയിരുന്നും ഹൃദയസിംഹാസനസ്ഥരായ കുട്ടികൾക്ക് ഓരോരുത്തർക്കും പേര് സഹിതം, വിശേഷതാസഹിതം സ്നേഹസ്മരണകളും ഹൃദയത്തിന്റെ ആശീർവാദങ്ങളും സന്മുഖത്ത് ഇമർജ് ചെയ്തു കൊടുക്കുന്നു. ബാബ്ദാദയ്ക്കറിയാം എല്ലാവർക്കും സ്നേഹമുണ്ട്. ബാബ്ദാദ സദാ അമൃതവേളയിലാണ്. വിശേഷിച്ച് ബ്രാഹ്മണാത്മാക്കൾക്ക് സ്നേഹസ്മരണകളുടെ മറുപടി വിശേഷമായി നൽകുന്നത്. കാർഡുകളും വളരെ നല്ലതായി ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. ഇവിടെ, അതായത് സ്റ്റേജിൽ വെക്കുന്നുണ്ട്. ബാബ്ദാദയുടെ അടുത്ത് വദനത്തിൽ ആദ്യമേ എത്തിച്ചേരുന്നു. ശരി, നാനാഭാഗത്തെയും പ്രകാശിക്കുന്ന ആത്മദീപങ്ങളായ കുട്ടികൾക്ക്, സദാ സഫലമാക്കുന്ന സഫലതാ സ്വരൂപരായ കുട്ടികൾക്ക്, സദാ അഖണ്ഡ മഹാദാനിയും അഖണ്ഡ നിർവിഘ്നരും അഖണ്ഡ ജ്ഞാന യോഗയുക്തരും സദാ ഒരേ സമയത്ത് 3 സേവനങ്ങളും ചെയ്യുന്ന, മനസ്സാ വൈബ്രേഷനിൽ കൂടി, വായുമണ്ഡലത്തിലൂടെ, വാച വാണിയിലൂടെ, ചലനത്തിലും മുഖത്തിലും കർമ്മത്തിലും കൂടി 3 സേവനവും ഒരേ സമയത്ത് ഒന്നിച്ചു നടക്കണം. അപ്പോൾ നല്ലതെന്ന് പറയുന്നവർ അല്ല, നല്ലതാകുന്നവരുടെ മേൽ നിങ്ങളുടെ പ്രഭാവമുണ്ടാകും. അങ്ങനെയുള്ള അനുഭവി മൂർത്തിയിലൂടെ അനുഭവം ചെയ്യിപ്പിക്കുന്ന കുട്ടികൾക്ക് ബാബ്ദാദയുടെ പുതിയ വർഷത്തിലേക്കുള്ള കോടി കോടി മടങ്ങ് സ്നേഹസ്മരണകളും ആശീർവാദങ്ങളും, ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ സദാ സിംഹാസനസ്ഥരാകുന്നവർക്ക്, നാനാഭാഗത്തെയും കുട്ടികൾക്ക്, ആരാണോ സന്മുഖത്തിരിക്കുന്നത്, ദൂരെയിരുന്നും ഹൃദയ സിംഹാസനത്തിലിരിക്കുന്നവർക്ക് എല്ലാവർക്കും പേരും വിശേഷതയും സഹിതം സ്നേഹസ്മരണകളും നമസ്തേയും. ശരി, ആരൊക്കെയാണ് ആദ്യ തവണ വന്നവർ? എഴുന്നേറ്റ് നിൽക്കൂ, കൈവീശൂ. നോക്കൂ, പകുതി ക്ലാസും ആദ്യ തവണ വന്നവരാണ്. പിറകിലിരിക്കുന്നവർ കൈവീശൂ. ടിവിയിൽ കാണുന്നുണ്ട്, ധാരാളം പേരുണ്ട്. ശരി, ആദ്യത്തെ പ്രാവശ്യം വരുന്നവർക്ക് വളരെയധികം ബാബ്ദാദയുടെ ഹൃദയത്തിൽ നിന്നും ആശംസകളുണ്ട്. ഹൃദയത്തിൽ നിന്നുമുള്ള സ്നേഹസ്മരണകളും ഉണ്ട്. ഇപ്പോൾ വന്നവരാണ്. ഇപ്പോൾ വന്നവർക്ക് ബാബ്ദാദയുടെ വരദാനമാണ് അമർ ഭവ. വരദാനം ഗ്ലാനി ചെയ്യുന്നവർക്കും ഗുണമാല അണിഞ്ഞിരിക്കുന്ന ഇഷ്ടദേവ മഹാത്മാവായി ഭവിക്കട്ടെ. ഏതുപോലെ ഇപ്പോൾ വിശേഷ ആത്മാക്കളായ നിങ്ങളുടെ സ്വാഗതം ചെയ്യുമ്പോൾ ചിലർ കഴുത്തിൽ സ്ഥൂലമായ മാല ഇടുന്നു. അപ്പോൾ നിങ്ങൾ ഇടുന്നവരുടെ കഴുത്തിലേക്ക് തിരികെ ഇടുന്നു. അതുപോലെ ഗ്ലാനി ചെയ്യുന്നവർക്കും നിങ്ങൾ ഗുണമാല അണിയിക്കൂ. അപ്പോൾ സ്വതവേ നിങ്ങൾക്ക് ഗുണമാല തിരിച്ചു നൽകും. ഗ്ലാനി ചെയ്യുന്നവർക്ക് ഗുണമാല അണിയിക്കണം. ഇതിന്റെ അർത്ഥമാണ് ജന്മജന്മങ്ങളിലേക്ക് ഭക്തനെ നിശ്ചിതമാക്കുക. ഈ നൽകുന്നതാണ് അനേകം പ്രാവശ്യം നേടുന്നതായി മാറുന്നത്. ഈ വിശേഷതയാണ് ഇഷ്ടദേവനും മഹാത്മാവും ആക്കുന്നത്. സ്ലോഗൻ: തന്റെ മനസ്സാവൃത്തി നല്ല ശക്തിശാലിയാക്കൂ. മോശമായതും നല്ലതായി മാറും. അവ്യക്ത സൂചന: അശരീരിയുടെയും വിദേഹി സ്ഥിതിയുടെയും അഭ്യാസം വർദ്ധിപ്പിക്കൂ.
നാനാഭാഗത്തും എത്ര കാര്യങ്ങളുടെ പിടിവലി ഉണ്ടെങ്കിലും ബുദ്ധി സേവനത്തിന്റെ കാര്യത്തിൽ വളരെ ബിസി ആയിരിക്കണം. അങ്ങനെയുള്ള സമയത്ത് അശരീരിയാകുന്നതിന്റെ അഭ്യാസം ചെയ്തു നോക്കൂ. ഒരിക്കലും യഥാർത്ഥ സേവനത്തിന്റെ ബന്ധനം ഉണ്ടാകില്ല. യോഗയുക്തവും യുക്തിയുക്തവുമായ സേവാധാരികൾ സേവനം ചെയ്യുമ്പോഴും സദാ ഉപരാമമായിരിക്കുന്നു. സേവനം കൂടുതലായതിനാൽ ഇപ്പോൾ അശരീരിയാകാൻ കഴിയില്ല എന്നല്ല. ഓർമ്മയിൽ വയ്ക്കൂ, എന്റെ സേവനമല്ല, ബാബ നൽകിയതാണ്. എങ്കിൽ നിർബന്ധനരായിരിക്കും. ഓം ശാന്തി.